ചാനലോ ഒരു പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി ബയസ്ഡ് ആണെങ്കിൽ എന്നാൽ പിന്നെ അവിടെ പോകേണ്ട ആവശ്യമില്ല. അവിടെ പോയിട്ട് നമ്മുടെ പോയിൻ്റ് വെക്കുന്ന ആവശ്യമില്ല. ഇന്നത്തെ ഈ ഒരു എൻവയറമെൻറ്റോ ഇന്നത്തെ ഒരു ഡിജിറ്റൽ ഈക്കോ സിസ്റ്റമിൽ ചാനലിൽ പോകേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വേറെ എത്രയോ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പോയിൻ്റ് വെക്കാൻ, നമ്മുടെ കാര്യങ്ങളെപ്പറ്റി മുമ്പോട്ട് പോകാനോ അതിൻ്റെ ആർട്ടിക്കുലേറ്റ് ചെയ്യാനോ ജനങ്ങളുടെ അടുത്ത് എത്തിപ്പിക്കാൻ വേറെ വേറെ മാർഗങ്ങളുണ്ട്. മൾട്ടിപ്പിൾ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ആ പണ്ട് കാലത്ത് മീഡിയ ഈസ് കിങ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില എഡിറ്റേഴ്സും ചില ജേർണലിസ്റ്റിനും അവർക്ക് ഒരു യു ഹാവ് ടു റിയലൈസ് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം. ശരിയാണ്, ഞങ്ങൾ ഏറ്റവും തേർഡ് പോളാണ് ഈ കേരളത്തിൻ്റെ പോളിറ്റിക്സിൽ. ഞാൻ എല്ലാവരും അടുത്ത് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം. ഞങ്ങളെ റെസ്പെക്റ്റ് ചെയ്താൽ, ഞങ്ങളെ വ്യൂവിനെ റെസ്പെക്റ്റ് ചെയ്താൽ, ഞങ്ങളെ വെറുതെ വർഗീയവാദി എന്ന് വിളിച്ച് വെറുതെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നതും ഡെമനൈസ് ചെയ്യുന്നതും നോക്കരുത്. ഞങ്ങൾ 10-11 കൊല്ലമായിട്ട് ഇതിനോട് നരേന്ദ്രമോദിജി ഇന്ത്യൻ്റെ ഒരു കംപ്ലീറ്റ് ഫേസ് ട്രാൻസ്ഫോം ചെയ്ത പാർട്ടിയാണ്. ഞങ്ങൾ സബ്സ്റ്റൻസ് ഉണ്ട്. ഞങ്ങൾക്ക് കേരളയിൽ ചെയ്യാൻ എത്രയോ ഞങ്ങളുടെ അടുത്ത് വിഷൻ ഉണ്ട്, താല്പര്യമുണ്ട്, കഴിവുമുണ്ട്. അതുകൊണ്ട് ആ ഇഷ്യൂവിൽ കൊണ്ടുവരണം ഡിബേറ്റും. അതിൽ ഞങ്ങൾ പങ്കെടുക്കാൻ വി ആർ റെഡി. ഒരു ഗൗരവമായ ഡീറ്റെയിൽഡ് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളെ ടൈപ്പ് കാസ്റ്റ് ചെയ്യേണ്ട, ഞങ്ങളെ സൈഡ് ലൈൻ ചെയ്യേണ്ട. ഞങ്ങളെ ഈ 20-30 കൊല്ലമായിട്ട് ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു നറേറ്റീവിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യരുതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്.